ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ എന്താ ഉണ്ടാക്കുന്നതെന്ന് അറിയാം? കറി തക്കാളി ചമ്മന്തി ആട്ടോ. തക്കാളി ചമ്മന്തി അമ്മുന് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാട്ടോ. നല്ല ടേസ്റ്റാണ് തക്കാളി ചമ്മന്തി കൂട്ടി ചോറിനാൻ. അപ്പം രാവിലെ ഉച്ചത്തേന് തക്കാളി ചമ്മന്തി മുട്ട പൊരിച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന്. അതിന് ഞാനിതാ എനിക്ക് വെളുത്തുള്ളി നല്ലോണം വേണേ. അപ്പോൾ ഞാനൊരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, ഒരു ചെറിയൊരു സപ്പോള കേട്ടോ. ഇത്രയും നമുക്കൊന്ന് അരിഞ്ഞെടുക്കാവേ. അപ്പോൾ കൂട്ടുകാരെ കേട്ടോ, നമ്മളതിലേക്ക് വേണ്ടതൊക്കെ അരിഞ്ഞിവിടെ എടുത്തിട്ടുണ്ട്. ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതലാട്ടോ. ഞാൻ ഒഴിച്ച ഫ്ലോയിൽ അങ്ങോട്ട് ഒഴിച്ചെന്നു കുറച്ച് കൂടിപ്പോയി. സാരമില്ല അല്ലേ, വെളിച്ചെണ്ണയല്ലേ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാവട്ടെ. അപ്പോഴേക്കും ഞാൻ ഇന്ന് രാവിലെ ചായക്ക് കടി എന്താ ഉണ്ടാക്കി അറിയോ? ഉപ്പുമാവ് ഇവിടെ ഉണ്ടാക്കി, ചായ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മു എഴുന്നേറ്റിരുന്ന് എന്താ അറിയില്ല, കുറേ ദിവസമായി പഠിക്കാൻ പറയണേ. രാവിലെ എണീക്കാൻ പഠിക്കാൻ പറഞ്ഞ അവൾ കേൾക്കില്ല. ഇനിയിപ്പോൾ പരീക്ഷയൊക്കെ ആയില്ലേ, അതുകൊണ്ട് ഇപ്പോൾ രാവിലെ എണീച്ചിരുന്ന് പഠിക്കുക. ഇപ്പോൾ 2 ദിവസമായിട്ട് രാവിലെ നേരം വെളുത്താൽ ഒരു 6 മണി 6:30 ആയാലും നേരം വെളുക്കുന്നില്ല. പുറത്ത് ഭയങ്കര ഇരുട്ടാണ്. എന്തോ കാലാവസ്ഥ പ്രതിഭാസമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ 6:30 ആയി, പക്ഷേ പുറത്തേക്ക് ഇരുട്ട് തന്നെ, നല്ല ഇരുട്ടാണ്. ഒരു 7 മണിയാവാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. എണ്ണ നല്ലോണം ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കടുകിട്ട് വെക്കാം. നല്ലോണം ചൂടായിട്ട് എണ്ണ. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ അതിൻ്റെ ഇടയിൽ അങ്ങോട്ടൊക്കെ ഇരുന്നപ്പോഴേക്കും എൻ്റെ ഉള്ളി മൊത്തം കരിഞ്ഞു പോയിട്ടാണ്. കരിഞ്ഞത് കുഴപ്പമുണ്ടാവില്ലാന്ന് തോന്നുന്നു. പച്ച കരിഞ്ഞില്ല, നല്ല റോസ്റ്റ് പോലെ എഴുതണ്ട കണ്ടോ. എന്നാലും സാരമില്ല അല്ലേ. ഇനി തക്കാളി ഇട്ടുണ്ട്. തക്കാളി നല്ലോണം വേവട്ടെ. തക്കാളി വെന്ത് ഉടയണം. അപ്പം നമുക്ക് തക്കാളി വേവുന്നതോടെ അരകൊന്ന് മൂടി വെക്കാം. കൂട്ടുകാരെ കണ്ടോ, ഞാൻ ഇത് പുതിയ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ മുഖത്ത്. വേറെ ഒന്നല്ല, എൻ്റെ മുഖത്ത് ഈ പാട് കണ്ടോ. ഇതിന് എല്ലാവരും പറഞ്ഞു നീ പോയി ഡോക്ടറെ കാണിക്കുക. ഞാൻ പിന്നെ ഡോക്ടറെ കാണിക്കാനൊന്നും പോയില്ലേ. പിന്നെ എന്നോട് പറഞ്ഞു എന്നാൽ എന്തൊക്കെയോ ക്രീം പറഞ്ഞു, അത് തൂത്താൽ പോകുന്നു. ക്രീമും വാങ്ങി തൂത്തില്ല. പക്ഷേ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു കഞ്ഞിവെള്ളം ഇങ്ങനെ തോരെ ഇങ്ങനെ തൂത്ത് കൊടുത്താൽ ഇത് മാറും, മുഖത്തിൻ്റെ ഈ കറുത്ത പാടൊക്കെ പോകുന്നു. അപ്പോൾ അത് നോക്കുമ്പോൾ പൈസ ചിലവൊന്നുമില്ല, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ചൊക്കെ തൂത്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അത് ചെയ്യാം. അങ്ങനെ കഞ്ഞിവെള്ളം തൂത്തതാട്ടോ എൻ്റെ മുഖത്ത്. ഞാൻ നോക്കട്ടെ, റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഞാൻ പറഞ്ഞുതരാട്ടോ. എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ. പിന്നെ കണ്ടോ, എൻ്റെ മുടി മൊത്തം വന്നു കേട്ടോ. എൻ്റെ മുടി ഇപ്പോൾ കറുത്ത് വരുന്നുണ്ടേ. നമ്മൾ മുടി പഴനി പോയി എടുത്ത് വന്ന സമയത്ത് മൊത്തം വെളുത്ത മുടിയായിരുന്നു വരുന്നത്. അപ്പോൾ ഇവിടെയും കുറച്ചൊരു വെളുപ്പേ കാണുന്നുള്ളൂ. പക്ഷേ തോനെയും കറുത്ത് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം മൊത്തത്തിൽ വെള്ളയായിരുന്നു, എങ്ങനെ നോക്കിയാൽ നല്ല പഞ്ഞിക്കൂട്ടം പോലെയായിരുന്നേ. ഇപ്പം വെളുത്ത് വരുന്നുണ്ട്. അത്യാവശ്യം മുടിയൊക്കെ നീണ്ടു തുടങ്ങിയിട്ടോ. തക്കാളി നല്ലോണം വെന്തുണ്ട്. ഇന്നത്തെ എൻ്റെ തക്കാളി ചമ്മന്തി ഇച്ചിരി കരിഞ്ഞു പോയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ ഇത് വീഡിയോ കൂട്ടുകാരെ. അപ്പം നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി കേട്ടോ. ഉള്ളി ഇച്ചിരി കരിഞ്ഞതുകൊണ്ട് നമ്മൾ വറുത്തരച്ച ചമ്മന്തി പോലെ ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ദോശയ്ക്കോ പിന്നെ ചപ്പാത്തിക്ക് അതുപോലെ ചോറിനൊക്കെ ഇതുണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ ബായ്, അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.